ദ്രോണാചാര്യരുടെ മഹത്വത്തെ, വ്യക്തിത്വത്തിലുള്ള മഹത്വത്തെ ഇത്രത്തോളം മഹത്വപ്പെടുത്തിയ ഈ സംഭവം അർജുനന്റെ ശിഷ്യനിലുള്ള മഹത്വത്തെ അത്ര കാണിക്കുന്നില്ലല്ലോ. കാരണം ദ്രോണാചാര്യർ ഇത്ര ശക്തമായി അർജുനനോട് നീ എൻ്റെ നേരെ ആയുധം പ്രയോഗിക്കണമെന്ന് പറഞ്ഞിട്ടും പിൽക്കാലത്ത് ഭഗവത്ഗീതയിൽ പൂജാർഹനായ ഇദ്ദേഹത്തെ ഏറ്റവും അർജുനനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുക ഭീഷ്മദ്രോണാദികളായിരുന്നു. അപ്പൊ അർജുനൻ ഇത്രത്തോളം ഉൾക്കൊണ്ടിട്ടില്ലേ ദ്രോണരുടെ ഈ ശക്തമായ പ്രഖ്യാപനത്തെ? ഈ മഹത്വം കണ്ടിട്ടുള്ള ഒരു ഭീതി തന്നെ, ഈ മഹത്വത്തോടുള്ള ആദരവ് തന്നെ. അപ്പം അച്ഛൻ നീ എൻ്റെ മുഖത്തെ അടിച്ചോളൂ എന്ന് ഹൃദയംഗമമായി സമ്മതിക്കുന്നു എന്നിരിക്കട്ടെ, അച്ഛൻ ചെയ്ത തെറ്റിന് അടിക്കോ? അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി, അത് പറ്റരുതാത്തതായിരുന്നു, അതുകൊണ്ട് നിനക്ക് ഇന്ന തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടായി, വിഷമങ്ങളുണ്ടായി, നിൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടായി, അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. എൻ്റെ ആ പശ്ചാത്താപം തീർക്കുന്നതിന് വേണ്ടി നീ എൻ്റെ മുഖത്തൊന്ന് അടിച്ചോളൂ, കരണത്തൊന്ന് അടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അടിക്കുമോ? യഥാർത്ഥ മകനാണെങ്കിൽ അടിക്കില്ല, അല്ലെങ്കിൽ അയൽവാസിയുടെ മകനായിരിക്കും. അച്ഛൻ്റെ പശ്ചാത്തലം തീർക്കാൻ അടിക്കുന്നവൻ അയൽവാസിയുടെ മകനായിരിക്കും. അമ്മയുടെ ചാരിത്രത്തിൽ ശങ്കിച്ചാൽ മതി, എപ്പോൾ അടിക്കില്ല, എത്ര പറഞ്ഞാൽ അടിക്കില്ല. ആ വൈഷമ്യമാണ് ആർക്കുണ്ടായിരുന്നത്? ഇദ്ദേഹം സമ്മതിച്ചിട്ടും, പണ്ടേ തന്നെ സമ്മതിച്ചിട്ടും അദ്ദേഹം അടിക്കാതിരുന്നത്, അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ കഴിയാതെ വന്നതും, യുദ്ധം ചെയ്യാൻ വൈമനസ്യമുണ്ടായതും, ധാർമ്മികമായ ഒരു വിദൂരത അദ്ദേഹം ഈ യുദ്ധത്തിൽ പുലർത്തിയതിനൊക്കെ കാരണം ഈ മഹത്വമാണ്. അച്ഛനെ പോലെയായിരുന്നു, അതിനും കാരണമുണ്ട്. അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, പാണ്ഡുവിനെ ഇവരാരും വേണ്ട വിധത്തിൽ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ വളർത്തിയ ആളാണ് ഭീഷ്മർ. അതുകൊണ്ടാണ് ഭീഷ്മരുടെ നേരെയും അമ്പയക്കാൻ പ്രയാസം. പക്ഷെ അത് പരിഹരിച്ചെടുക്കുകയാണ് കൃഷ്ണൻ. നീ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണെന്ന് അദ്ദേഹം കരുതുന്നില്ലെങ്കിൽ പിന്നെ നീ അദ്ദേഹത്തെ നിൻ്റെ മുത്തശ്ശനാണെന്ന് എന്തിന് കരുതുന്നു? അർജുന, നീ പ്രിയ ശിഷ്യനാണെന്ന് നിൻ്റെ ആചാര്യൻ, നിൻ്റെ വത്സല ആചാര്യൻ കരുതുന്നില്ലെങ്കിൽ അദ്ദേഹം നിൻ്റെ ഏറ്റവും മാനനീയനായ ഗുരുവാണെന്ന് നീ എന്തിന് കരുതുന്നു? വിശ്വാമിത്രൻ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്ത്രീകളെ കൊല്ലാം വേണ്ട, അവളൊന്നും നിന്നെ പിടിച്ചു തന്നോളൂ. അതാണ് അവിടുത്തെ യുക്തി. അതുകൊണ്ട് ദ്രോണരുടെ ഈ മഹത്വം ആചാര്യനെന്നുള്ള നിലയിലുള്ള മഹത്വം ഇല്ലാതെയാകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിലുള്ള ചെറിയ അധർമ്മത്തിന് കാരണമായി നമുക്ക് നിഗമനം ചെയ്യാവുന്നത്, നമുക്ക് അനുമാനിക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെയും യൗവനകാലത്തെയും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ പീഡനമാണ്. മഹാഭാരതത്തിൽ തന്നെ പറയും, ദാരിദ്ര്യത്തെക്കാൾ പീഡനാത്മകമായ ഒരു അനുഭവം, മരണത്തേക്കാൾ വൃത്തികെട്ടതാണ് ദാരിദ്ര്യം എന്ന് വ്യാസൻ തന്നെ പറയും. പറയുന്നതിനായിട്ട് വ്യാസനുള്ള ധർമ്മപുത്രനാണ്. ധർമ്മപുത്ര മഹർഷിയോട് പറയുന്നതാണ്, എൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ, ഈ പരമദാരിദ്ര്യം, ഈ ദാരിദ്ര്യത്തെക്കാൾ ഭേദം മരണമാണ് എന്ന് പറയും. അപ്പോൾ ദാരിദ്ര്യത്തിന് വളരെ പ്രമുഖമായ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു കൃതിയാണ് മനുഷ്യൻ്റെ ദാരിദ്ര്യത്തിന്. അപ്പോൾ അതിൻ്റെ പ്രതികരണം ആണ് അദ്ദേഹത്തിൽ നിന്ന് ഈ ചെറിയ ചെറിയ അധർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രകൃത്യ അധർമ്മത്തിൽ പ്രവണത കുറഞ്ഞ ഒരു സ്വഭാവമായിരുന്നു ആരുടേത്? ദ്രോണരുടേത്. ഈ അനുവാദവും കൊടുത്തു. ഇതാണ് ഗുരുദക്ഷിണ ചോദിച്ചതും. വേറെ ഗുരുദക്ഷിണകളൊന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. പാഞ്ചാലനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി കഥ അങ്ങോട്ടാണ് പോകുന്നത്. ആയുധാഭ്യാസം തീരുകയാണ്, വേദാഭ്യാസവും. അതിനിടയ്ക്ക് ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ, നിന്നേക്കാൾ വലിയൊരു ശിഷ്യൻ എനിക്കുണ്ടാവുകയില്ല എന്ന് അർജുനോട് പറയുകയും ചെയ്തു. നീ ഇനിയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും ഏറ്റവും വലിയ വില്ലാളി വീരനും ധനോർധരന്മാരിൽ പ്രവീണനും ആകുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയിരിക്കെ ഇവരുടെ ആയുധപ്രയോഗത്തിൻ്റെ കൗതുകം ഒന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടി ഒരു കൗമാര സഹജമായ ജിജ്ഞാസ എന്നുള്ള നിലയിൽ ഇവർ കാട്ടിലിറങ്ങി വേട്ടയാടി. അർജുനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ശിഷ്യൻ തനിക്കിനി ഉണ്ടാവില്ലെന്നും അർജുനേക്കാൾ വലിയ ഒരു ധനുർവിദ്യ പ്രയോഗിക്കുന്ന ഒരാൾ പിൽക്കാലത്തുണ്ടാവില്ലെന്നും പ്രഖ്യാപിക്കാൻ എന്തടിസ്ഥാനമായിരുന്നു ദ്രോണർക്ക്? അദ്ദേഹം പഠിപ്പിച്ചതിൽ ഏറ്റവും ബുദ്ധിമാനായ ആൾ അർജുനാണ്. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ ആളുകൾ വന്നിരുന്നു, രാജകുമാരന്മാർ വന്നിരുന്നു. അപ്പോൾ ഇവരെല്ലാം കണ്ടുള്ള ഒരു പരിചയം, ഇതൊരു സാധാരണ അധ്യാപനം തോന്നാവുന്നതാണ്. സാധാരണ ഒരു നാം പറയില്ല എഴുത്തുകളരിയിൽ ആശാന് പോലും തോന്നാവുന്നതാണത്. ആശാൻ എപ്പോഴും ശിഷ്യന്മാരെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ നിരീക്ഷണത്തിൽ അത് മനസ്സിലാക്കാം. ഒന്ന്,
പിന്നെ അതൊരു അതിശയോക്തി നിറഞ്ഞ വാഗ്ദാനവുമാണ്. അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ നാം അതിനെടുക്കേണ്ടതില്ല. വാത്സല്യത്തോടുകൂടി ഒരു പ്രേമപ്രകടനം, സമ്പൂർണമായ സ്നേഹത്തിൻ്റെ പ്രകടനം നടക്കുന്ന അവസ്ഥയിൽ പറയുന്ന വാക്കുകളെ പരിപൂർണമായ വാച്യാർത്ഥത്തിലെടുക്കരുത്. ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞാൽ അതിന് സാധ്യത കുറവാണെന്നർത്ഥം. ഈ പ്രഖ്യാപനം പിന്നീട് തെറ്റുകയോ അല്ലെ തെറ്റാണെന്ന് തെളിയുകയോ ചെയ്തിട്ടില്ല. ഏകലവ്യൻ്റെ ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങോട്ട് നമുക്ക് വരാം. നായാട്ടിന് പോയത്, ഇവർ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പട്ടിയുടെ വായിൽ, നായ നേരത്തെ പോകും, നായയെ ആട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് നായാട്ടെന്ന് പേര് വരുന്നത്. വേട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പട്ടിയുടെ വായിൽ അത് 7 അമ്പുകളും തറച്ചുകൊണ്ടാണ് വരുന്നത്. കുരച്ചുകൊണ്ട് ചെന്നപ്പോൾ അമ്പ് ചെയ്ത് തറച്ചു, 7 അമ്പുകൾ വായിൽ പല സ്ഥലത്തായിട്ട്. ഇത് വളരെ അത്ഭുതകരമായി തോന്നി. പട്ടിയുടെ വായ ചെറുതാണല്ലോ, നമ്മുടെ വായുടെ പോലെ തന്നെ, അങ്ങനെ നീണ്ടിരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പട്ടി 7 അമ്പുകളും തറച്ചുകൊണ്ട് മോങ്ങി. അങ്ങോട്ട് പോയ വീര്യത്തോടുകൂടിയല്ല പട്ടി തിരികെ വന്നത്, മോങ്ങിക്കൊണ്ടാണ് തിരികെ. അങ്ങോട്ട് പോയത് സിംഹത്തിനെ പോലെ ഗർജിച്ചുകൊണ്ടാണ്, തിരികെ വന്നപ്പോൾ മോങ്ങിക്കൊണ്ടാണ് വന്നത്. അങ്ങനെ വന്ന് ഇത് പരിശോധിച്ചപ്പോൾ വളരെ കൃത്യമായി അമ്പ് കൊണ്ടിരിക്കുന്ന വിധം കണ്ടാൽ അറിയാം ആ അമ്പ് ചെയ്തവൻ്റെ അമ്പ് ചെയ്യാനുള്ള സാമർഥ്യം. അത് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് അർജുനൻ്റെ മുഖം പെട്ടെന്ന് വാടി. അന്വേഷിച്ച് ചെന്നു, ഇത് ആരിൽ നിന്നാണ് ഈ അമ്പുകൾ പാഞ്ഞു വന്നിരിക്കുന്നത് എന്നറിയാൻ അന്വേഷിച്ച് ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ ഒരു കുടിലിൻ്റെ മുറ്റത്ത് ഒരു നിഷാദ പയ്യൻ നിന്നുകൊണ്ട് അപ്പോഴും അമ്പ ചെയ്ത് ശീലിക്കുന്നു. പട്ടി പറിച്ചുകൊണ്ട് ചെന്നപ്പോൾ വിട്ടുകൊടുത്തതാണ് ഈ 7 എണ്ണം. ചില പതിപ്പുകളിൽ 5 എന്നേ കാണാനുള്ളൂ. ഈ ശ്ലോകങ്ങൾക്കൊക്കെ പാഠഭേദമുണ്ടാകും. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിന് ശുശ്വപാപീയ ദിവസാഹ, ഇന്നലെ നമ്മളത് എൻ്റെ അർത്ഥം പറഞ്ഞു. അതിന് ചില പാഠങ്ങളിൽ കാണുന്നത് ശുശ്വപാപിഷ്ഠ ദിവസാഹ എന്നാണ്. ഇതൊക്കെ പകർത്തി എഴുതുന്നവർ വരുത്തുന്ന പിഴകളാണ്. പര്യുപസ്ഥിത ദാരുണാഹ എന്നുള്ളതിന് ചിലയിടത്ത് പര്യവസ്ഥിത ദാരുണാഹ, ഇങ്ങനെയൊക്കെ പാഠഭേദങ്ങളുണ്ടാവും. നമുക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹം ദ്രോണരുടെ കളിമൺ പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ കളിമൺ പ്രതിമയുടെ മുമ്പിൽ വിളക്ക് വെച്ച് അതിൻ്റെ കഴുത്തിൽ മാല ചാർത്തി നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ, അസാധാരണമായ കൈവേഗത്തോടുകൂടി ഇദ്ദേഹം ആയുധങ്ങൾ അസ്ത്രാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ചെന്നപ്പോൾ അദ്ദേഹം നിർത്തി. മനസ്സിലായി അദ്ദേഹത്തിന് ഇവരാരാണ്. അതാണ് ഏകലവ്യൻ. ഏകലവ്യൻ ഇവരെയും മനസ്സിലായി, അവർക്ക് ഏകലവ്യനെയും മനസ്സിലായി. അപ്പോൾ അവർ ചോദിച്ചു, ഇത് ഈ പ്രതിമ അതറിഞ്ഞൂടെ, ദ്രോണാചാര്യരുടെ പ്രതിമയാണ്. അത് മനസ്സിലായി. എന്താ ദ്രോണാചാര്യരുടെ പ്രതിമ വയ്ക്കാൻ കാരണം? അദ്ദേഹമാണ് എൻ്റെ ഗുരു. ആയുധവിദ്യയിലോ? അതെ, ആയുധവിദ്യയിൽ എൻ്റെ ഗുരുനാഥൻ, നിങ്ങളുടെ തന്നെ ഗുരുനാഥനായ വിശ്വപ്രസിദ്ധനായ ദ്രോണാചാര്യർ തന്നെയാകുന്നു. ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെയും മുഖം മ്ലാനമായി. അവർ തിരിച്ച് കൊട്ടാരത്തിൽ ചെന്ന് ദ്രോണാചാര്യരെ കണ്ടിട്ട് എല്ലാവരും പോയില്ല, അർജുനൻ മാത്രം ചെന്നിട്ട് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ അവരവരുടേതായ മുറികളിലേക്ക് പോയി. ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ എന്നേക്കാൾ സമർത്ഥനായ, എന്നേക്കാൾ മഹാനായ ഒരു ധനുർധരൻ ലോകത്തിലുണ്ടാവുകയില്ലെന്നും എന്നേക്കാൾ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ അങ്ങേക്ക് ഉണ്ടാവുകയില്ലെന്നും അങ്ങ് എനിക്ക് വാക്ക് തന്നിരുന്നുവല്ലോ. വാക്ക് തന്നിരുന്നു, അതിനിപ്പോൾ എന്ത് പറ്റി? അപ്പം അങ്ങയുടെ ഒരു ശിഷ്യൻ എന്നെ ഞാനിപ്പോൾ കാട്ടിൽ കണ്ടു. ഹിരണ്യധനുസിൻ്റെ പുത്രനായ, നിഷാദ നേതാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനായ ശത്രുഘ്നൻ. ശത്രുഘ്നൻ എന്നാണ് അവൻ്റെ പേര്. ഏകലവ്യൻ എന്നുള്ളത് ഒരു വിരൽ മുറിച്ചതിന് ശേഷം അദ്ദേഹം അറിയപ്പെട്ടതാണ്. പേര് ശത്രുഘ്നൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ. നമുക്ക് ചോദിക്കാം. ചെന്നവനോട് ചോദിച്ചു. അപ്പോൾ അവനൊരു ദിവസം ആയുധം അഭ്യസിക്കണം എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ വന്നിരുന്നു. എൻ്റെ ഗുരുവായി അങ്ങിരിക്കണം, എന്നെയും ഈ രാജകുമാരന്മാരെ ആയുധവിദ്യ അല്ലെങ്കിൽ ധനുർവേദവും
യുദ്ധതന്ത്രവും എന്നെയും പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കില്ല, എന്നെ ഗുരുവായി സ്വീകരിക്കാനും പാടില്ല, നിനക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോരുകയായിരുന്നു. അവിടെ ചെന്ന് ഇവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ദ്രോണർ ഇവനോട് ചോദിച്ചു, നിൻ്റെ ഗുരുവാരാണ്? അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു. ആ, ഇപ്പോൾ ഗുരുവാണെങ്കിൽ ഗുരുദക്ഷിണ വേണമല്ലോ, വേണം. വലത് കൈയുടെ പെരുവിരൽ ഗുരുദക്ഷിണ ഇങ്ങ് തന്നേക്കൂ. അവൻ വലത് കൈയുടെ പെരുവിരൽ മുറിച്ച് അദ്ദേഹത്തിന് ഇലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയും ഗുരുദക്ഷിണയുടെ ചരിത്രത്തെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഇതാണ് ഏകലവ്യൻ്റെ കഥ. ഇനി ഏകലവ്യൻ്റെ അത് ഗതകാല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തി ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഏകലവ്യൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരിൽ ഒരാളുടെ നമ്മളിന്ന് കസിൻ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള സഹോദരന്മാരിൽ ഒരാളുടെ പുത്രനാണ്. ദമഘോഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യാദവനാണ്. യാദവൻ എന്ന് പറഞ്ഞാൽ പതിതത്വം വന്ന യദുവിനെ യയാതി ആട്ടിപ്പായച്ചു കളഞ്ഞ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യമനുസരിക്കാഞ്ഞതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജരാനരകൾ ഏറ്റെടുക്കാഞ്ഞതുകൊണ്ട് അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട് ഭ്രഷ്ടനായി തീർന്ന യദുവിൻ്റെ പരമ്പരക്കാരാണ് യാദവന്മാർ. അപ്പോൾ ക്ഷത്രിയന്മാരാണ് രാജ്യം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ടവനാണ്. ഭ്രഷ്ടനായ ക്ഷത്രിയൻ്റെ പുത്രനാണ്, ദമഘോഷൻ്റെ പുത്രനാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ ആചാര്യന്മാർ പറഞ്ഞു, യാദവാചാര്യന്മാർ പറഞ്ഞു, ഇവനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, കൊല്ലുകയാണ് വേണ്ടത്. എങ്കിലും നമ്മുടെ പുത്രനായി ജനിച്ചതുകൊണ്ട് ഇവനെ കൊല്ലാനും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക, മൃഗങ്ങൾ തിന്നണമെങ്കിൽ തിന്നട്ടെ, അതല്ല ആരെങ്കിലും എടുത്തു വളർത്തണമെങ്കിൽ വളർത്തട്ടെ, അങ്ങനെ കാട്ടിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഹിരണ്യധനുസ് കണ്ട് എടുത്തു വളർത്തിയതാണ്. അല്ലാതെ അവൻ നാം ധരിക്കുന്നത് പോലെ ഒരു നിഷാദനല്ല, നാം ധരിക്കുന്നത് പോലെ ഒരു കാട്ടാളനല്ല. നിഷാദൻ എന്ന വാക്കിന് കാട്ടാളനെന്നോ കാട്ടിൽ താമസിക്കുന്നവനെന്നോ കാനനവാസിയെന്നോ അന്ന് അർത്ഥവുമില്ല. മുക്കുവൻ എന്നാണ് അർത്ഥം. നിഷാദൻ എന്ന വാക്കിന് മഹാഭാരത കാലത്തെ അർത്ഥം മുക്കുവൻ എന്നാണ്, മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നവൻ. ഈ ഹിരണ്യധനുസിൻ്റെ വർഗ്ഗക്കാർ നദിയിൽ ചെയ്തിരുന്ന അക്രമം കൊണ്ട്, ഏത് നദി? ഇപ്പോൾ ഗവേഷണവും മറ്റും നടത്തിക്കൊണ്ടിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സരസ്വതി നദി ഇവരെ പേടിച്ച് പാതാളത്തിലേക്ക് ഒളിച്ചുപോയി എന്നൊരു പുരാവൃത്തം മഹാഭാരതത്തിൽ ഉണ്ട്. അപ്പോൾ ആ സരസ്വതി നദിയുടെ കരയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവരുടെ ഹേമദണ്ഡങ്ങൾ സഹിക്കവയ്യാതെ സരസ്വതി ദേവി ഒളിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പ്രകൃതിയിൽ ഏൽപ്പിച്ചിരുന്ന പരിക്കുകൾ എത്രയാണെന്ന് ഊഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ മിത്ത് എന്ന പുരാവൃത്തം. അതാണ് ഇവരുടെ പ്രകൃതം. ഒരു വർഗപ്രകൃതം എന്ന നിലയിൽ വ്യാസൻ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. നദിയെയും പരിസ്ഥിതിയെയും നശിപ്പിക്കത്തക്ക വിധത്തിൽ അവയെ അവർ ചൂഷണം ചെയ്തിരുന്നു, ഈ ഹിരണ്യധനുസ്. അപ്പോൾ ഹിരണ്യധനുസിൻ്റെ വളർത്തുപുത്രനായിട്ടാണ് ഇവൻ വളർന്നു വരുന്നത്.